بسم الله الرحمن الرحيم. الاستعاذة بغير الله فيما لا يقدر عليه إلا الله. എന്താണ് അതിന്റെ ഹുക്മ്? الاستعاذة بغير الله فيما لا يقدر عليه إلا الله. ഇതിന്റെ ഹുക്മ് എന്താണ്? ശിർക്കുൻ. എന്താണ് ഇസ്തിആദ എന്ന് പറഞ്ഞാൽ അർത്ഥം? തലബുൽ ഔദ്. طيب. قال رحمه الله: باب من الشرك أن يستغيث بغير الله أو يدعو غيره. باب من الشرك أن يستغيث بغير الله أو يدعو غيره. അല്ലാഹു അല്ലാത്തവരോട് ഇസ്തിഗാസ തേടൽ അല്ലെങ്കിൽ അല്ലാഹു അല്ലാത്തവരോട് ദുആ ചെയ്യൽ ശിർക്കിൽപ്പെട്ടതാണ്. وقوله تعالى: ولا تدع من دون الله ما لا ينفعك ولا يضرك فإن فعلت فإنك إذا من الظالمين وإن يمسسك الله بضر فلا كاشف له إلا هو وإن يردك بخير فلا راد لفضله وقوله فابتغوا عند الله الرزق واعبدوه وقوله ومن أضل ممن يدعو من دون الله من لا يستجيب له إلى يوم القيامة وهم عن دعائهم غافلون وإذا حشر الناس كانوا لهم أعداء وكانوا بعبادتهم كافرين. الآيتان. وقوله عمن يجيب المضطر إذا دعاه ويكشف السوء. وروى الطبراني بإسناده أنه كان في زمن النبي صلى الله عليه وسلم منافق يؤذي المؤمنين فقال بعضهم قوموا بنا نستغيث برسول الله صلى الله عليه وسلم من هذا المنافق فقال النبي صلى الله عليه وسلم إنه لا يستغاث بي وإنما يستغاث بالله. من الشرك أن يستغيث بغير الله أو يدعو غيره. അല്ലാഹു അല്ലാത്തവരോട് ഇസ്തിഗാസ തേടുക അല്ലെങ്കിൽ അല്ലാഹു അല്ലാത്തവരോട് ദുആ ചെയ്യൽ ശിർക്കിൽപ്പെട്ടതാണ്. എന്താണ് ഇസ്തിഗാസ എന്ന് പറഞ്ഞാൽ? ഖാല ശൈഖുൽ ഇസ്ലാം ഹിയ തലബുൽ ഗൗസ്. തലബുൽ ഗൗസ് ഗൗസിനെ തേടലാണ്. അതായത് വഹുവ ഇസാലത്തു ഷിദ്ദ. തങ്ങൾക്ക് ബാധിച്ച ഒരു പ്രയാസം, ഒരു വിഷമത, കഷ്ടപ്പാട്, അതിനെ ഇല്ലായ്മ ചെയ്യുന്നത്, നീക്കം ചെയ്യുന്നതിന് വേണ്ടി, തങ്ങളിൽ നിന്ന് ആ കഷ്ടപ്പാടിനെ ഉയർത്തുന്നതിന് വേണ്ടി അള്ളാഹുവിനോട് തേടുക. അതിനാണ് തൊലബുൽ ഗൗസ് അല്ലെങ്കിൽ ഇസ്തിഗാസ എന്ന് പറയാം. ഇസ്തിഗാസ ഇപ്പൊ കഴിഞ്ഞ ബാബിൽ നമ്മൾ ഇസ്തിആദയെ കുറിച്ചാണ് പറഞ്ഞത്. ഇസ്തിആദയും ഇസ്തിഗാസയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇസ്തിആദയും ഇസ്തിഗാസയും തമ്മിലുള്ള വ്യത്യാസം അറിയോ? ഇസ്തിആദ വൽ ഇസ്തിഗാസ, പിന്നെ അടുത്ത ബാബിൽ വരുന്ന ഇസ്തിആന. طيب. الفرق بين الاستعاذة والاستغاثة. ഇസ്തിആദയും ഇസ്തിഗാസയും തമ്മിലുള്ള വ്യത്യാസം അന്നൽ ഇസ്തിആദ ദഫ്ഉൻ, പ്രതിരോധമാണ് ഇസ്തിആദ എന്ന് പറഞ്ഞാൽ. അതായത് തനിക്ക് ബാധിക്കുമെന്നൊരു ഭയപ്പെടുന്ന ഒരു ഷർറിനെ ദഫ്അ ചെയ്യുക, പ്രതിരോധിക്കുക. ആ ഷർറിൽ നിന്ന് അള്ളാഹുവിനോട് അഭയം തേടുക. അതിനാണ് ഇസ്തിആദ എന്ന് പറയുന്നത്. അതെപ്പോഴാണ് സംഭവിക്കുക? ആ ഷർറ് ബാധിക്കുന്നതിന് മുമ്പ്. അതാണ് ദഫ്അ, പ്രതിരോധം. എന്നാൽ ഇസ്തിഗാസ എന്ന് പറഞ്ഞാൽ റഫാണ്. തങ്ങൾക്ക് ബാധിച്ചൊരു വിഷമതയെ അല്ലെങ്കിൽ കഷ്ടപ്പാടിനെ തങ്ങളിൽ നിന്ന് ഉയർത്തുന്നതിന് വേണ്ടിയാണ് ഇസ്തിഗാസ, അള്ളാഹുവിനോട് ഗൗസിനെ തേടുന്നത്. അപ്പൊ ആ ഒരു ഷർറ് ആ ഒരു വ്യക്തിക്ക് ബാധിച്ചതിന് ശേഷമാണ് ഇസ്തിഗാസ. ബാധിക്കുന്നതിന് മുമ്പ് അള്ളാഹുവിനോട് അഭയം തേടുന്നതാണ് ഇസ്തിആദ.
فأن الاستعاذة دفع والاستغاثة رفع. ഇസ്തിആദ എന്ന് പറഞ്ഞാൽ പ്രതിരോധമാണ്. ഇസ്തിഗാസ എന്ന് പറഞ്ഞാൽ സംഭവിച്ച കഷ്ടപ്പാടും ഉയർത്തലാണ്. വൽഇസ്തിആദത്തു തലബു ദഫ്ഇ ശർ ഖബ്ല വുഖൂഇ. തലബു ദഫ്ഇ ശർ ഖബ്ല വുഖൂഇഹി, അതാണ് ഇസ്തിആദ. ഒരു ഷർറ് ബാധിക്കുന്നതിന് മുമ്പേ അതിനെ പ്രതിരോധിക്കലാണ് ഇസ്തിആദ. അള്ളാഹുവിനോട് ആ ഷർറിൽ നിന്നും അഭയം തേടുന്നു. ഉദാഹരണത്തിന് അഊദു ബില്ലാഹി മിൻ ഫിത്നത്ത് മസീഹി ദജ്ജാൽ, അഊദു ബില്ലാഹി മിൻ അദാബിൽ ഖബ്ർ, അഊദു ബില്ലാഹി മിൻ അദാബിൻ നാർ. ഇതെല്ലാം ഫിത്നകൾ സംഭവിക്കാൻ പോകുന്നതാണ്. ആ ഷർറിൽ നിന്ന്, അതിന്റെ ഷർറുകളിൽ നിന്നും അത് സംഭവിക്കുന്നതിന് മുമ്പേ അള്ളാഹുവിനോട് അഭയം തേടുന്നതാണ് ഇസ്തിആദ. ഇസ്തിഗാസ എന്ന് പറഞ്ഞാൽ തൊലബു റഫ്ഇഹി ബഅദ നുസൂലി, ആ ഒരു ഫിത്ന ബാധിച്ചതിന് ശേഷം അതിനെ തങ്ങളിൽ നിന്ന് ഉയർത്തുന്നതിന് വേണ്ടി, തങ്ങളിൽ നിന്ന് ആ ഫിത്നയെ അല്ലെങ്കിൽ ആ ഷർറിനെ നീക്കം ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇസ്തിഗാസ, തൊലബുൽ ഗൗസ്. ഒരാൾക്ക് ഫിത്ന ബാധിച്ചു, അവൻ അല്ലാഹു തആലയോട് ഇസ്തിഗാസ ചെയ്യുന്നു. അസ്തഗീസു ബില്ലാഹ്. തയ്യബ്, അതാണ് ഇസ്തിഗാസയും ഇസ്തിആദയും തമ്മിലുള്ള വ്യത്യാസം. وقوله تعالى ولا تدع من دون الله ما لا ينفعك ولا يضرك. അല്ലാഹുവിന് പുറമെ നിനക്ക് ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ സാധിക്കാത്തതിന് ഒന്നിനോടും നീ പ്രാർത്ഥിക്കരുത്. വലാ തദ്ഉ മിൻ ദൂനില്ലാഹി മാ ലാ യൻഫഉക വലാ യദുറുക. അല്ലാഹുവിന് പുറമെ നിനക്ക് ഉപകാരം ചെയ്യാത്തതും ഉപദ്രവം ചെയ്യാത്തതുമായ യാതൊന്നിനോടും നീ പ്രാർത്ഥിക്കരുത്. ഫൈൻ ഫഅൽത ഫഇന്നക മിനൽ ളാലിമീൻ. നീ അപ്രകാരം ചെയ്താൽ നീയും ളാലിമീങ്ങളുടെ കൂട്ടത്തിൽ, തീർച്ചയായും ളാലിമീങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടവനായിരിക്കും. വൈൻ യംസസ്ക അല്ലാഹു ബിദുർരിൻ ഫലാ കാശിഫ ലഹു ഇല്ലാ ഹു. വൈൻ യംസസ്ക അല്ലാഹു ബിദുർരിൻ ഫലാ കാശിഫ ലഹു ഇല്ലാ ഹു. അല്ലാഹു തആല നിനക്ക് വല്ല ദോഷവും ഏൽപ്പിക്കുന്ന പക്ഷം അതിനെ നീക്കം ചെയ്യാൻ അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല. വൈൻ യുരിദിക ബിഖൈരിൻ ഫലാ റാദ്ദ ലിഫദ്ലിഹി. ഇനി അല്ലാഹു തആല നിനക്ക് വല്ല ഗുണവും ഉദ്ദേശിക്കുന്ന പക്ഷം അവന്റെ ആ ഫദ്ലിനെ തട്ടിമാറ്റാൻ ഒരാൾക്കും സാധിക്കുന്നതല്ല. വഖൗലുഹു ഫബ്തഗു ഇൻദല്ലാഹി റിസ്ഖ ഫഅബ്ദുഹു. ഫബ്തഗു ഇൻദല്ലാഹി റിസ്ഖ, നിങ്ങൾ അല്ലാഹുവിൽ നിന്ന്, അല്ലാഹുവിന്റെ അടുക്കൽ നിന്ന് നിങ്ങൾ റിസ്ക് തേടുക. വഅബ്ദുഹു, അവനെ നിങ്ങൾ ഇബാദത്ത് ചെയ്യുക. ഫബ്തഗു ഇൻദല്ലാഹി റിസ്ഖ, നിങ്ങൾ അല്ലാഹുവിന്റെ അടുക്കൽ നിന്ന് റിസ്ക് തേടുക. ولذلك لأن أغلب الناس يبتغي بدعاء الرزق خاصة من هذه الأمة من يبتغي بشركه الدنيا فقال الله فابتغوا عند الله الرزق. അല്ലാഹു അവരുടെ ഇന്ന് ഈ ഉമ്മത്തിൽ ജനങ്ങൾ അധികം ആളുകളും അല്ലാഹു തആലയോട് ദുആ ചെയ്യുന്നത് ഈ ഒരു കാര്യത്തിന് വേണ്ടിയാണ്, റിസ്കിന് വേണ്ടിയാണ്. അല്ലാഹു അല്ലാത്തവരോട് അവർ ദുആ ചെയ്യുന്നത് റിസ്കിന് വേണ്ടിയാണ്. ഈ ഉമ്മത്തിൽ അധികം ആളുകളും അല്ലാഹു അല്ലാത്തവരോട് ദുആ ചെയ്യുന്നത് അവരുടെ റിസ്കിന് വേണ്ടിയാണ് അധികവും. അതുകൊണ്ടാണ് അല്ലാഹു തആല അവിടെ റിസ്കിന്റെ കാര്യം പ്രത്യേകം എടുത്തു പറഞ്ഞു. ഫബ്തഗു ഇൻദല്ലാഹി റിസ്ക്, നിങ്ങൾ അല്ലാഹുവിന്റെ അടുക്കൽ നിന്ന് റിസ്ക് തേടുക. വഅബ്ദൂഹു, അവനെ മാത്രം നിങ്ങൾ ഇബാദത്ത് ചെയ്യുക. فقال ومن أضل ممن يدعو من دون الله من لا يستجيب له إلى يوم القيامة وهم عن دعائهم غافلون. ومن أضل ممن يدعو من دون الله من لا يستجيب له إلى يوم القيامة. والله تعالى പുറമെ ഖിയാമത്ത് നാൾ വരെയും തനിക്ക് ഉത്തരം നൽകാത്തവനെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവനേക്കാൾ വഴിപഴച്ചവനാരുണ്ട്. വമൻ അദൽ,
മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാഹി മൻ ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ. ഐ ഹൽ ഹുനാക അദല്ലു മിൻ ഹാദർ റജുൽ. അങ്ങനെയുള്ള ഒരാളെക്കാളും വഴിപിഴച്ചവനായിട്ട് മറ്റാരാണുള്ളത്? അതായത് മൻ ലാ യസ്തജീബു ലഹു അല്ലദീ യദ്ഉ മിൻ ദൂനില്ലാ മൻ ലാ ലൗ തദ്ഉഹു ദഅവതൻ ലൗ തദ്ഉഹു ഔ അല്ലദീ യദ്ഉ മിൻ ദൂനില്ലാ മൻ ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ. ഖിയാമത്ത് നാൾ വരെയും അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന, അതായത് തനിക്ക് ഉത്തരം നൽകാത്ത, ദുആക്ക് ഉത്തരം നൽകാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവനേക്കാളും വഴിപിഴച്ചവനായി മറ്റാരാണുള്ളത്? അതായത് ഈ ദിവസം മുതൽ ഖിയാമത്ത് നാളിന്റെ ദിവസം വരെ ഇരുന്നു കൊണ്ടോ അല്ലെങ്കിൽ നിന്നുകൊണ്ടോ അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവനേക്കാളും, എന്നിട്ട് അവന് ഉത്തരം നൽകാത്ത അവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവനേക്കാളും വഴിപിഴച്ചവൻ ആരാണുള്ളത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത്. മൻ അദല്ലു മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാഹി മൻ ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ. ومع أن الله لو تدعوه دعوة مخلصة أجابك الله سبحانه وتعالى. അതേസമയം അല്ലാഹു തആലയോട് ഇഖ്ലാസോടുകൂടി മുഖ്ലിസായിക്കൊണ്ട് അല്ലാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിച്ചാൽ അല്ലാഹു തആല നിനക്ക് ഉത്തരം നൽകും. فمن أضل من هذا الذي يدعو من دون الله من لا يستجيب له إلى يوم القيامة وهم عن دعائهم غافلون. അപ്പോൾ വിളിച്ചു പ്രാർത്ഥിക്കപ്പെടുന്നവർ അവരുടെ ദുആകളെ സംബന്ധിച്ച്, അവരുടെ ദുആനെ സംബന്ധിച്ചുള്ള ഗാഫിലീങ്ങളാണ്, അറിയാത്ത ആളുകളാണ്, അശ്രദ്ധരാണ്. തങ്ങളോട് അവർ ദുആ ചെയ്യുന്നുണ്ടെന്ന കാര്യം പോലും അവർക്കറിയില്ല. വഹും അൻ ദുആഇഹിം ഗാഫിലൂൻ. وقوله أمن يجيب المضطر إذا دعا ويكشف السوء. أمن يجيب المضطر, മുത്തറായിട്ടുള്ളവൻ വിളിച്ചു പ്രാർത്ഥിച്ചാൽ, അതായത് നിർബന്ധിതനായി കഷ്ടപ്പെട്ടവനായിക്കൊണ്ട് അങ്ങേയറ്റം വിഷമതയിലായിക്കൊണ്ട് അള്ളാഹുവിനെ വിളിച്ച് ഒരുവനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അള്ളാഹു തആലയാണ് ഉത്തരം നൽകുന്നത്. അമ്മ യുജീബുൽ മുത്തറ ഇദാ ദഅ വയക്ഷിഫു സൂഅ, അവന്റെ വിഷമങ്ങളെ, കഷ്ടതകളെ നീക്കിക്കൊടുക്കുകയും ചെയ്യുന്നത് ആരാണ്? അള്ളാഹുവാണ്. അമ്മ യുജീബുൽ മുത്തറ ഇദാ ദഅ വയക്ഷിഫു സൂ വയുജീബുൽ മുത്തറ ഇദാ ദഅ. ഒരു മുത്തർ അള്ളാഹു തആല വിളിച്ച് പ്രാർത്ഥിച്ചാൽ അള്ളാഹു തആല അവന് ഉത്തരം നൽകും. ഒരു കഷ്ടത ബാധിച്ചവൻ അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ, സവാഅൻ കാന മുസ്ലിമൻ ഔ കാഫിറ, സവാഅൻ കാന മുസ്ലിമൻ ഔ മുശ്രിക്കൻ ഔ കാഫിറൻ. ആ മുത്തർ, കഷ്ടത ബാധിച്ചവൻ മുസ്ലിമാകട്ടെ, മുശ്രിക്കാകട്ടെ, കാഫിറാകട്ടെ. അൽ മുത്തർ ആം, സവാഅൻ കാന മുസ്ലിമൻ ഔ കാഫിറൻ യദ്ഉല്ലാഹ് യസ്തജീബുല്ലാഹ് ലഹ്. ആ മുസ്ലിമാകട്ടെ, കാഫിറാകട്ടെ, അങ്ങനെ വിഷമങ്ങൾ ബാധിച്ച ഒരുവൻ അള്ളാഹുവിനോട് ഇഖ്ലാസോടുകൂടി അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അള്ളാഹു തആല അവന്റെ ദുആക്ക് ഉത്തരം നൽകുന്നതാണ്. മദ്ദലീൽ, തെളിവെന്താണ്? فإذا ركبوا في الفلك دعوا الله مخلصين له الدين فلما نجاهم إلى آخر الآية. فإذا ركبوا في الفلك دعوا الله, എങ്ങനെയാണ് അള്ളാഹുവിനോട് അവർ ദുആ ചെയ്യുന്നത്? മുഖ്ലിസീന ലഹുദ്ദീൻ, ഇഖ്ലാസോടുകൂടി, അമലുകൾ അള്ളാഹു തആലക്ക് മാത്രമാക്കിക്കൊണ്ട് ഇഖ്ലാസോടുകൂടി അവർ കപ്പലിൽ വെച്ച് ദുആ ചെയ്യും. ഫലമ്മാ നജ്ജാഹും, അങ്ങനെ അള്ളാഹു തആല അവരെ ആ കടലിൽ നിന്ന് രക്ഷപ്പെടുത്തി കഴിഞ്ഞാൽ അവർ ശിർക്ക് ചെയ്യുന്നവരായിത്തീരും. അപ്പോൾ ഒരു മുശ്രിക്കാകട്ടെ, കാഫിറാകട്ടെ, മുസ്ലിമാകട്ടെ, അള്ളാഹു തആലയോട് വിഷമത്തിന്റെ ഘട്ടത്തിൽ മുത്തറായിക്കൊണ്ട് അങ്ങേയറ്റം കഷ്ടത ബാധിക്കുന്ന അവസ്ഥയിൽ അള്ളാഹു തആലയെ മാത്രം വിളിച്ച് ദുആ ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹു തആല അവന്റെ ദുആക്ക് ഉത്തരം നൽകുന്നതാണ്. ഇദൻ അത്തൗഹീദ് യൻഫഉൽ മുവഹിദ് വൽ മുശ്രിക്. ഇപ്പൊ തൗഹീദ് എന്നുള്ളത് ഒരു മുവഹിദിനും ഉപകാരപ്പെടും, മുശ്രിക്കിനും ഉപകാരപ്പെടും. അത്തൗഹീദ് വദ്ദുആ, തൗഹീദും ദുആയും.
അപ്പം അവൻ്റെ ദുആയിൽ അവൻ തൗഹീദുള്ളവനാണോ, അള്ളാഹുനോ മാത്രം ഇഖ്ലാസോട് കൂടി അവനെ വിളിച്ചു പ്രാർത്ഥിക്കുന്നത്, മുശ്രിക്കാണെങ്കിലും ഇത്തരം ഘട്ടത്തിൽ മുത്തറായിട്ടുള്ള അവസ്ഥയിൽ അള്ളാഹു തആല അവൻ്റെ ദുആക്ക് ഉത്തരം നൽകുന്നതാണ്. فإذا ركبوا في الفلك دعوا الله مخلصين له الدين فلما نجاهم إلى البر كذا. അപ്പോൾ അവിടെ മുവഹിദും മുശ്രിക്കും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? മുവഹിദും മുശ്രിക്കും തമ്മിലുള്ള വ്യത്യാസം, അൽ മുശ്രിക് ലാകിൻ അൽ മുശ്രിക് യൻഫഉഹു ഫി ദുനിയ. ആ ദുആ കൊണ്ട് ഉപകാരം മുശ്രിക്കിന് എവിടെ മാത്രമേ കിട്ടുള്ളൂ? ദുനിയാവിൽ മാത്രം. എന്നാൽ മുഅ്മിനാണെങ്കിൽ അതിന് ഉപകാരം ദുനിയാവിലും ആഖിറത്തിലും കിട്ടും. അതാണ് തമ്മിലുള്ള വ്യത്യാസം. لكن المشرك ينفعه في الدنيا يجيب الله دعاءه إذا كان في شدة وضرورة واضطرار وحاجة. فمشرك അങ്ങേയറ്റം കഠിനമായിട്ടുള്ള അവസ്ഥയിലാണ്, പ്രയാസത്തിലാണ്, ദറൂറത്തിന്റെ ഒരു അവസ്ഥയാണ്, അത്രത്തോളം കഷ്ടത അനുഭവിക്കുന്ന അവസ്ഥയിലാണ്. അല്ലാഹു തആലയോട് അവൻ ഇഖ്ലാസോടുകൂടി ദുആ ചെയ്യുന്നു എങ്കിൽ അല്ലാഹു തആല അവന്റെ ദുആക്ക് ഉത്തരം നൽകണം. അപ്പോൾ ദുനിയാവിൽ അത് ഉപകാരപ്പെടും. ഒരു മുശ്രിക്കിനെ സംബന്ധിച്ചിടത്തോളം തൗഹീദ് ദുനിയാവിൽ അവൻ ഉപകാരപ്പെടും. ഫത്തൗഹീദു മൽജഉൽ മുഅ്മിനീൻ വൽ മുശ്രിക്കീൻ. അപ്പോൾ മുശ്രിക്കീങ്ങളുടെയും മുഅ്മിനീങ്ങളുടെയും അഭയസ്ഥാനമാണ് തൗഹീദ്. ഫത്തൗഹീദു മൽജഉൽ മുഅ്മിനീന വൽ മുശ്രിക്കീൻ. فتجد النصارى الراهب يدعو الله في وقت الشدائد يدعون الله يستجيب الله لهم في الدنيا لأنهم عملوا حسنة. അപ്പോൾ നസ്രാനി ഇത്തരത്തിലുള്ള വിഷമമുള്ള ഘട്ടത്തിൽ നസ്രാനിയോ അല്ലെങ്കിൽ ജൂതനോ അല്ലെങ്കിൽ മുശ്രിക്കോ ഒരു കാഫിറോ അല്ലാഹു തആലയോട് ഇഖ്ലാസോടുകൂടി ദുആ ചെയ്തു കഴിഞ്ഞാൽ അല്ലാഹു തആല ദുആക്ക് ഉത്തരം നൽകും ദുനിയാവിൽ. കാരണം എന്താണ്? ആ മുശ്രിക്ക് അല്ലെങ്കിൽ കാഫിർ ഹസനത്താണ് പ്രവർത്തിച്ചിട്ടുള്ളത്, നന്മയാണ് പ്രവർത്തിച്ചത്. അപ്പൊ അവരുടെ നന്മക്ക് അല്ലാഹു തആല ദുനിയാവിൽ വെച്ച് തന്നെ അതിന്റെ പ്രതിഫലം നൽകും. جاء في حديث أنس بن مالك رضي الله تعالى عنه قال صلى الله عليه وسلم الكافر إذا عمل حسنة لله الكافر إذا عمل حسنة لله റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു കാഫിർ അല്ലാഹു തആലക്ക് വേണ്ടി ഒരു നന്മ പ്രവർത്തിച്ചു, അതാണ് അതിന്റെ ആ പ്രതിഫലത്തിന്റെ പരിധി അല്ലെങ്കിൽ പരിമിതി, ഉപാധി. ഹസനത്തൻ ലില്ലാഹി, അല്ലാഹു തആലക്ക് വേണ്ടിയാണ് അവൻ ആ നന്മ പ്രവർത്തിച്ചത്. അനൽ കാഫിർ ഇദാ അമില ഹസനത്തൻ ലില്ലാ, അല്ലാഹു തആലക്ക് വേണ്ടി ഒരു കാഫിർ ഒരു നന്മ പ്രവർത്തിച്ചു, യാനി ഖസദ ബിഹാ വജ്ഹ അല്ലാഹ്, അല്ലാഹു തആലയുടെ വജ്ഹാണ് അവൻ അതുകൊണ്ട് ഉദ്ദേശിച്ചത്. അത്അമ ബിഹാ തുഅമതൻ ഫി ദുനിയ, ദുനിയാവിൽ അതിന്റെ തുഅമ അല്ലെങ്കിൽ അതിന്റെ ആസ്വാദനം അല്ലാഹു തആല അവന് നൽകുന്നതാണ്. وجاء عن أنس بن مالك رضي الله تعالى عنه قال قال رسول الله صلى الله عليه وسلم إن الله لا يظلم مؤمنا حسنة يعطى بها في الدنيا ويجزى بها في الآخرة. الله سبحانه وتعالى ഒരു മുഅ്മിനിന്റെ ഒരു നന്മയോട് അനീതി കാണിക്കുന്നതല്ല. ഇന്നല്ലാഹ ലാ യദ്ലിമു മുഅ്മിനൻ ഹസന, ഒരു ഹസനത്ത് പോലും ഒരു മുഅ്മിനിന് ഒരു നന്മ പോലും അല്ലാഹു തആല അതിനോട് അനീതി കാണിക്കുന്നതല്ല. യുഅ്താ ബിഹാ ഫി ദുനിയ, ആ ഹസനത്ത് കൊണ്ട് നന്മ കൊണ്ട് അല്ലാഹു തആല അവന് ദുനിയാവിൽ നൽകും. വയുജ്സാ ബിഹാ ഫിൽ ആഖിറ, ആഖിറത്തിൽ അതിന് പ്രതിഫലവും നൽകും. വഅമ്മൽ കാഫിർ, ഇനി കാഫിറാണ് നന്മ പ്രവർത്തിച്ചതെങ്കിലോ, ഫയുത്അമു ബിഹസനാതി മാ അമില ബിഹാ ലില്ലാഹി ഫി ദുനിയ, ദുനിയാവിൽ അല്ലാഹു തആലക്ക് വേണ്ടി അവൻ പ്രവർത്തിച്ചതിന്റെ ആ നന്മയുടെ അടിസ്ഥാനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ അതിന്റെ പ്രതിഫലം നൽകും. ഹത്താ ഇദാ അഫ്ളാ ഇലൽ ആഖിറ ലം തകുൻ ലഹു ഹസനത്തുൻ യുജ്സാ ബിഹാ, എന്നാൽ ആഖിറത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഒരു നന്മ പോലും അവന് പ്രതിഫലമായി നൽകാൻ ഉണ്ടായിരിക്കുന്നതല്ല. അപ്പൊ അല്ലാഹു തആലക്ക് വേണ്ടിയാണ്
ഒരു കാഫിർ അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ച് അള്ളാഹുവിന്റെ പ്രതിഫലം അല്ലെങ്കിൽ അള്ളാഹുവിന്റെ തൃപ്തി ഉദ്ദേശിച്ച് അള്ളാഹുവിന് വേണ്ടി മാത്രം ആണ് ഒരു കാഫിർ അല്ലെങ്കിൽ മുശ്രിക് നന്മ പ്രവർത്തിച്ചതെങ്കിൽ അതിന്റെ പ്രതിഫലം അള്ളാഹു തആല ദുനിയാവിൽ നൽകും. ഇപ്പൊ ഒരു മുവഹിദിനെ സംബന്ധിച്ചിടത്തോളം തൗഹീദിന്റെ ഗുണം എന്ന് പറയുന്നത് വളരെ ഉന്നതമാണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞതിന്റെ അടിസ്ഥാനം ഒരു കാഫിർ എല്ലാ സമയവും ദുആ ചെയ്താൽ അള്ളാഹു തആല അവന്റെ ദുആക്ക് ഉത്തരം നൽകുമെന്നല്ല. എല്ലാ സമയവും ഏത് സമയത്തും അള്ളാഹുവിനോട് ദുആ ചെയ്താൽ അവന്റെ ദുആക്ക്, കാഫിറായിരിക്കും അവൻ അള്ളാഹു തആലയോട് ദുആ ചെയ്താൽ അവന്റെ ദുആക്ക് അള്ളാഹു തആല എല്ലാ സമയത്തും ഉത്തരം നൽകുമെന്നല്ല. അൽ കാഫിർ ഇദാ ദഅഅ ഫീ വഖ്തിഹിൽ ഇത്റാർ ഫീ ഹാജത്തിൻ വശിദ്ദ, ഒരു കാഫിർ അങ്ങേയറ്റം കഷ്ടത അനുഭവിച്ച അവസ്ഥയിൽ, വിഷമങ്ങൾ അനുഭവിച്ചിട്ടുള്ള അങ്ങേയറ്റ ശിദ്ദത്തിന്റെ അവസ്ഥയിൽ അള്ളാഹു തആലയോട് അവൻ ദുആ ചെയ്താൽ ആ ദുആയിൽ അവൻ ഇഖ്ലാസ് ഉള്ളവനാണെങ്കിൽ അള്ളാഹു തആല അവന്റെ ദുആക്ക് ഉത്തരം നൽകും. അള്ളാഹു തആല ഉദ്ദേശിച്ചാൽ മാത്രം. എന്താണ് അതിനുള്ള ദലീൽ? ഖുൽ മൻ യുനജ്ജീകും മിൻ ദുലുമാതിൽ ബർരി വൽ ബഹർ, ഖുൽ മൻ യുനജ്ജീകും മിൻ ദുലുമാതിൽ ബർരി വൽ ബഹരി തദ്ഊനഹു തദർറുഅൻ വഖുഫിയ ലഇൻ അൻജാനാ മിൻ ഹാദിഹി ലനകൂനന്ന മിനശ് ശാകിരീൻ. സൂറത്തുൽ അൻആമിലെ 63-ാമത്തെ ആയത്ത്. ഖുൽ മൻ യുനജ്ജീകും മിൻ ദുലുമാതിൽ ബർരി വൽ ബഹർ, നബിയെ നീ ചോദിക്കുക, ഈ വിപത്തുകളിൽ നിന്ന് അള്ളാഹു ഞങ്ങളെ അവർ പറയും, ഇതിൽ നിന്ന്, ഈ വിപത്തുകളിൽ അള്ളാഹു ഞങ്ങളെ രക്ഷപ്പെടുത്തുകയാണെങ്കിൽ തദ്ഊനഹു തദർറുഅൻ വഖുഫിയതൻ ലഇൻ അൻജാനാ മിൻ ഹാദിഹി ലനകൂനന്ന മിനശ് ശാകിരീൻ, തീർച്ചയായും ഞങ്ങൾ നന്ദിയുള്ളവരുടെ കൂട്ടത്തിൽ ആയിക്കൊള്ളാമെന്ന് അവർ പറയും എന്ന് പറഞ്ഞുകൊണ്ട് അവനോട് നിങ്ങൾ താഴ്മയോട് രഹസ്യമായും പ്രാർത്ഥിക്കുന്ന സമയത്ത് കരയിലെയും കടലിലെയും ഇരുട്ടുകളിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കുന്നതാരാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള ഘട്ടത്തിൽ, അതായത് മുത്തറായിട്ടുള്ള അവസ്ഥയിൽ അവരുടെ ദുആക്ക് അല്ലാഹു തആല ഉത്തരം നൽകും. ഖാല ഖുലില്ലാഹു യുനജ്ജീകും മിൻഹാ വമിൻ കുല്ലി കർബിൻ, നീ പറയുക അല്ലാഹു ആണ് അവയിൽ നിന്നും മറ്റെല്ലാ ദുരിതങ്ങളിൽ നിന്നും നിങ്ങളെ രക്ഷിക്കുന്നത്. ഖുലില്ലാഹു യുനജ്ജീകും മിൻഹാ വമിൻ കുല്ലി കർബിൻ ബൽ ഇയ്യാഹു തദ്ഊൻ ഫയക്ഷിഫു മാ തദ്ഊന ഇലൈഹി ഇൻ ശാഅ. ബൽ ഇയ്യാഹു തദ്ഊൻ, അവനെ മാത്രമേ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുകയുള്ളൂ. ഫയക്ഷിഫു മാ തദ്ഊന ഇലൈഹി ഇൻ ശാഅ, അപ്പോൾ അവൻ ഉദ്ദേശിക്കുന്ന പക്ഷം ഏതൊരു വിഷമത്തിന്റെ പേരിൽ അവർ വിളിച്ചു പ്രാർത്ഥിച്ചുവോ അതവൻ ദൂരീകരിച്ചു കൊടുക്കുന്നതാണ്. ബൽ ഇയ്യാഹു തദ്ഊന ഫയക്ഷിഫു മാ തദ്ഊന ഇലൈഹി ഇൻ ശാഅ. ഇൻ ശാഅ, അല്ലാഹു തആല ഉദ്ദേശിക്കുകയാണെങ്കിൽ മാത്രം. ഏതൊരു ആവശ്യത്തിനു വേണ്ടിയാണ് അവർ അല്ലാഹു തആല വിളിച്ചു പ്രാർത്ഥിച്ചത്, ആ വിളിച്ചു പ്രാർത്ഥിച്ച കാര്യത്തെ, ആ ഒരു ദുരിതത്തെ അവർക്ക് അല്ലാഹു തആല നീക്കിക്കൊടുക്കും, അല്ലാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ മാത്രം. ഇദാ ശാ അല്ലാഹ് യുജീബു, അല്ലാഹു തആല ഉദ്ദേശിച്ചാൽ അവർക്ക് ഉത്തരം നൽകും. قال رحمه الله وروى الطبراني بإسناده أنه كان في زمن النبي صلى الله عليه وسلم، بإسناده أي إسناد عن عبادة بن الصامت رضي الله عنه. അദ്ദേഹത്തിന് ഇസ്നാദോട് കൂടി ഇമാം തബറാനി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അന്നഹു കാന ഫീ സമനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുനാഫിഖ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഒരു മുനാഫിഖ് ഉണ്ടായിരുന്നു. യുസിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളെ ഉപദ്രവിക്കുന്ന ഒരു മുനാഫിഖ് ഉണ്ടായിരുന്നു. ഫഖാല ബഅദുഹും, സഹാബികൾ ചിലർ പറഞ്ഞു, ഖൂമു ബിനാ നസ്തഗീസു ബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ ഹാദൽ മുനാഫിഖ്, നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ട് ഇസ്തിഗാസ തേടാം ഈ മുനാഫിക്കിന്റെ ശർറിൽ നിന്ന്, ഉപദ്രവത്തിൽ നിന്ന്. ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നഹു ലാ യുസ്തഗാസു ബി വ ഇന്നമാ യുസ്തഗാസു ബില്ലാഹ്, എന്നെ കൊണ്ട് ഇസ്തിഗാസ തേടപ്പെടുകയില്ല, നേരെ മറിച്ച് അല്ലാഹുവിനെ കൊണ്ട് മാത്രമാണ് ഇസ്തിഗാസ തേടപ്പെടുന്നത്. വഹാദൽ ഹദീസ് ളഈഫ് ضعيف من طريق ابن الهيا. حديث ضعيف.
നിഫാഖ് എന്ന് പറയുന്നത് രണ്ട് തരത്തിലാണ്. നിഫാഖ് എന്ന് പറഞ്ഞാൽ ഇദ്ഹാറുൽ ഖൈർ വ ഇബ്താനു ഷർ, ഖൈറിനെ പുറത്ത് കാണിക്കലും ഷർറിനെ ഉള്ളിൽ മറച്ചു വെക്കലും, അതാണ് നിഫാഖ് എന്ന് പറയുന്നത്. നിഫാഖ് എന്ന് പറയുന്നത് രണ്ട് തരത്തിലാണ്. നിഫാഖുൻ ഇഅ്തിഖാദി വ നിഫാഖുൻ അമലി. നിഫാഖുൻ ഇഅ്തിഖാദി വ നിഫാഖുൻ അമലി. ഇസ്തിഗാസ എന്ന് പറയുന്നത് എന്താണ്? അല്ലാഹുവിനോടുള്ള ഇബാദത്താണ്. الاستغاثة لله عبادة. ما الدليل أنها عبادة؟ هذه عبادة ആണെന്നതിന്റെ തെളിവ് എന്താണ്? قال الله إذ تستغيثون ربكم فاستجاب لكم. إذ تستغيثون ربكم فاستجاب لكم. നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് ഇസ്തിഗാസ അഥവാ സഹായം തേടിയിരുന്ന സന്ദർഭം. ഫസ്തജാബ ലക്കും, അങ്ങനെ അല്ലാഹു തആല നിങ്ങൾക്ക് ഉത്തരം നൽകി. ഫൽ ഇസ്തിഗാസ ലില്ലാഹ് ഇബാദ. അപ്പോൾ അല്ലാഹുവിനോടുള്ള ഇസ്തിഗാസ എന്ന് പറയുന്നത് ഇബാദത്താണ്. അപ്പോൾ അല്ലാഹു അല്ലാത്തവരോട് ഇസ്തിഗാസ തേടൽ എന്താണ്? ശിർക്കാണ്. ഇസ്തിഗാസ എന്നുള്ളത് അല്ലാഹുവിനോടുള്ള ഇബാദത്താണെങ്കിൽ അല്ലാഹു അല്ലാത്തവരോട് അത് തേടൽ ശിർക്കാണ്. തയ്യബ്. فاثنى الله عليهم وذكر أنهم استغاثوا بالله. അപ്പോൾ ഈ സഹാബികളെ സംബന്ധിച്ച്, മുഅ്മിനീങ്ങളെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ പുകഴ്ത്തുകയും അവരെ പിന്നീട് അല്ലാഹുവിനോട് ഇസ്തിഗാസ തേടിയവരായിക്കൊണ്ട് അല്ലാഹു തആല പറയുകയും ചെയ്തു. അവർക്ക് അല്ലാഹു തആല ഉത്തരം നൽകി. ഇങ്ങനൊരു ഹദീസാണ്, ബിറഹ്മതിക അസ്തഗീസു. അല്ലാഹു തആലയോട് ബി റഹ്മതിക അസ്തഗീസു, നിന്റെ റഹ്മത്ത് കൊണ്ട് ഞാൻ ഇസ്തിഗാസ തേടുന്നു. ഹൽ യജൂസുൽ ഇസ്തിഗാസ ബിസ്സിഫ, അല്ലാഹുവിന്റെ സിഫത്തിനെ കൊണ്ട് ഇസ്തിഗാസ തേടാൻ പറ്റും. അല്ലാഹു തആലയുടെ സിഫത്തിനെ കൊണ്ട് ഇസ്തിഗാസ തേടാൻ ജായിസാണോ? ഖാല ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് يقول لا يجوز دعاء الصفة بل بالإجماع لكن يجوز الدعاء بالصفات. സിഫത്തുകളോട്, അള്ളാഹുവിന്റെ സിഫത്തുകളോട്, അള്ളാഹുവിന്റെ സിഫത്ത് റഹ്മത്ത്, അള്ളാഹുവിന്റെ ഖുദ്റത്ത്, അള്ളാഹുവിന്റെ ഇസ്സത്ത്, അതിനോട് ദുആ ചെയ്യൽ എന്തല്ല, ജായിസല്ല ഇജ്മാ പ്രകാരം. എന്നാൽ അള്ളാഹുവിന്റെ സിഫത്തുകളെ കൊണ്ട് ദുആ ചെയ്യാം. അള്ളാഹുവിന്റെ സിഫത്തുകളെ കൊണ്ട് ദുആ ചെയ്യാം. അള്ളാഹുവിന്റെ സിഫത്തിനോട് ദുആ ചെയ്യൽ എന്തല്ല, ജായിസല്ല. ചില ഉലമാക്കൾ സിഫത്തിനോട് ദുആ ചെയ്യുന്ന ആളുകളെ തക്ഫീർ ചെയ്തിട്ടുണ്ട്. അവർ കാഫിറുകളാണെന്ന് ഹുക്മ ചെയ്തിട്ടുണ്ട്. ഉദാഹരണത്തിന്, ഒരാൾ അള്ളാഹുവിന്റെ സിഫത്തിനെ വിളിച്ച് ദുആ ചെയ്യും, യാ റഹ്മത്തല്ലാ, യാ ഖുദ്റത്തല്ലാ, യാ ഇസ്സത്തല്ലാ, യാ വജ്ഹല്ലാ, അള്ളാഹുവിന്റെ മുഖത്തെ വിളിച്ചുകൊണ്ട് ദുആ ചെയ്യുന്നു. യാ റിജ്ലല്ലാ, യാ യദല്ലാ. അള്ളാഹുവിന്റെ സിഫത്തിനോട് ദുആ ചെയ്യൽ അനുവദനീയമല്ല. എന്നാൽ അള്ളാഹുവിന്റെ സിഫത്ത് കൊണ്ട് ദുആ ചെയ്യാം. ഉദാഹരണത്തിന്, അസ്അലുല്ലാഹ ബിറഹ്മതിക്, നിന്റെ റഹ്മത്ത് കൊണ്ട് ഞാൻ അസ്അലുക, നിന്നോട് ചോദിക്കുന്നു. അസ്അലുക ബിറഹ്മതിക്, അല്ലെങ്കിൽ അസ്അലുക ബിഇസ്സതിക്, നിന്റെ ഇസ്സത്ത് കൊണ്ട് ഞാൻ നിന്നോട് ചോദിക്കുന്നു. അസ്അലുക ബിഖുദ്റതിക്, അങ്ങനെ. അപ്പൊ സിഫത്തുകളോട് ദുആ ചെയ്യൽ എന്തല്ല, ജായിസല്ല. സിഫത്തിനെ കൊണ്ട് ദുആ ചെയ്യൽ ജായിസാണ്. ഫഹുവ ജായിസും ബിൽ ഇജ്മാ, സിഫത്തുകളെ കൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യൽ അനുവദനീയമാണെന്ന കാര്യത്തിൽ ഇജ്മാ ഉണ്ട്, ഏകാഭിപ്രായമാണ്. اللهم إني أسألك برحمتك، اللهم إني أسألك بعزتك، اللهم إني أسألك بوجهك. نعم. الاستغاثة بغير الله تجوز إذا كان حي حاضر قادر. അല്ലാഹു അല്ലാത്തവരോട് ഇസ്തിഗാസ തേടൽ ജായിസാണ് ഈ സന്ദർഭത്തിൽ. ഇത് 3 നിബന്ധനകളാണ്. അതായത് ഇസ്തിഗാസ തേടപ്പെടുന്നവൻ, ആരോടാണോ നീ സഹായം തേടുന്നത് ആ വ്യക്തി ഹയ്യായിരിക്കണം, ജീവിച്ചിരിക്കുന്നവനാണ്. അതുപോലെ ഹാദിറായിരിക്കണം,
നീ തേടിപ്പെടുന്ന ദുആ എവിടെ വെച്ചാ ദുആ ചെയ്യുന്ന അവിടെ ഹാജരായിട്ടുള്ള ആളായിരിക്കണം. അതേപോലെ തന്നെ ഖാദിറായിരിക്കണം. നീ എന്ത് സഹായമാണ് ആ വ്യക്തിയോട് തേടുന്നത്, ആ സഹായം നിനക്ക് ചെയ്തു തരാൻ കഴിവുള്ളവനായിരിക്കണം. ഈ 3 നിബന്ധനകളോടുകൂടി അള്ളാഹു അല്ലാത്തവരോട് സഹായം ആവശ്യപ്പെടൽ, ഇസ്തിഗാസ തേടൽ എന്താണ്, ജായിസ. إذا كان حي حاضر قادر حي حاضر قادر. മൂസ അലൈഹിസ്സലാത്തു വസ്സലാം അപ്രകാരം ഇസ്തിഗാസ തേടിയിട്ടുണ്ട്. فاستغاثه الذي من شيعته على الذي من عدوه فاستغاثه الذي من شيعته على الذي من عدوه. അത് മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് സഹായം തേടി. തന്റെ കക്ഷിയിൽപ്പെട്ടവൻ ശത്രുവിഭാഗത്തിൽപ്പെട്ടവനെതിരിൽ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് സഹായം തേടി. അൽ ഇസ്തിഗാസത്തു ബിൽ ഹയ്യിൽ ഹാദിർ അൽ ഖാദിർ ജായിസ. طيب فسؤال كيف الجمع بين دعاء الله في الصفة والآية؟ دعاء الله بالصفة والآية ولله الأسماء الحسنى فادعوه بها. സിഫത്തുകളെ കൊണ്ട്, അള്ളാഹുവിന്റെ സിഫത്തുകളെ കൊണ്ട് അള്ളാഹുവിനോട് നമുക്ക് ദുആ ചെയ്യാം. അസ്അലുല്ലാഹ ബിറഹ്മതിക. അങ്ങനെ ഇവിടെ ഈ ആയത്ത് തമ്മിൽ എങ്ങനെയാണ് ജംഉ ചെയ്യുക? വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഉഹു ബിഹാ. തീർച്ചയായും അല്ലാഹു തആലക്ക് ഏറ്റവും നല്ല പേരുകളുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ദുആ ചെയ്യുക. ഫദ്ഉഹു ബിഹാ, അതുകൊണ്ട് അവനോട് നിങ്ങൾ ദുആ ചെയ്യുക. ഇതെങ്ങനെയാണ് ജംഉ ചെയ്യുന്നത്? അപ്പൊ ഇവിടെ ആയത്തിൽ അസ്മാകളെ കുറിച്ച് മാത്രമാണ് പറഞ്ഞത്, സിഫത്തിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. എങ്ങനെയാണ് അതിന് ജംഉ? ഇപ്പൊ ഈ ആയത്തില് അള്ളാഹു തആലയുടെ പേരുകളെ കൊണ്ട്, അതായത് ഏറ്റവും ഉത്തമമായ പേരുകളാണ് അള്ളാഹു തആലക്കുള്ളത്, ആ പേരുകളെ കൊണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുക. ഫനഖൂൽ അസ്സിഫ അല്ലാഹു അമറനാ അൻ നസ്അലഹു ബിൽ അസ്മാഇൽ ഹുസ്ന വയദ്ഖുൽ ഫീ ദാലിക ഔസാഫ്. അള്ളാഹു തആല അവന്റെ നാമങ്ങളെ കൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ വേണ്ടി കൽപ്പിച്ചു. അല്ലാഹു തആലയുടെ നാമങ്ങൾ എന്ന് പറയുന്നത് അത് എന്തുകൂടി ഉൾക്കൊള്ളുന്നതാണ്? സിഫത്തിനെയും ഉൾക്കൊള്ളുന്നതാണ്. ഫകുല്ലു ഇസ്മിൻ യതദമ്മൻ സിഫ. അല്ലാഹു തആലയുടെ എല്ലാ ഇസ്മുകളും സിഫത്ത് കൂടി അടങ്ങിയിട്ടുള്ളതാണ്. അല്ലാഹു തആലയുടെ എല്ലാ പേരുകളിലും സിഫത്തുകൾ അടങ്ങിയിട്ടുണ്ട്. ഉദാഹരണത്തിന് അർ റഹ്മാൻ എന്നുള്ളത് അള്ളാഹുവിന്റെ ഇസ്മാണ്, അതിലടങ്ങിയിട്ടുള്ള സിഫത്ത് എന്താണ്? അർ റഹ്മാൻ. അതുപോലെ അപ്പൊ അല്ലാഹു തആലയുടെ ഇവിടെ നാമങ്ങളെ കൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിലെന്തുകൂടി അടങ്ങിയിട്ടുണ്ട്? അള്ളാഹുവിന്റെ സിഫത്തുകൾ കൂടി അടങ്ങിയിട്ടുണ്ട്. അള്ളാഹുവിന്റെ എല്ലാ നാമങ്ങളും സിഫത്തിന് ഉൾക്കൊള്ളുന്നതാണ്. അതേപോലെ തന്നെ സിഫത്ത് കൊണ്ട് ഇസ്തിഗാസ ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ ദുആ ചെയ്യപ്പെടുന്നത് ഖുർആനിന്റെ ആയത്തുകളിൽ വന്നിട്ടുണ്ട്. ഉദാഹരണത്തിന് സൂറത്ത് യൂനുസിലെ 86-ാമത്തെ ആയത്തിൽ കാണാം, വനജ്ജിനാ ബിറഹ്മതിക് മിനൽ ഖൗമിൽ കാഫിരീൻ. വനജ്ജിനാ ബിറഹ്മതിക മിനൽ ഖൗമിൽ കാഫിരീൻ. അതുപോലെ തന്നെ അദ്ഖിൽനി ബിറഹ്മതിക് വനജ്ജിനാ ബിറഹ്മതിക്. അല്ലാഹുവിന്റെ സിഫത്തുകളെ കൊണ്ട് അള്ളാഹുവിനോട് ഇസ്തിഗാസ തേടുന്നത് അല്ലെങ്കിൽ ദുആ ചെയ്യുന്നത് ഖുർആനിൽ സ്ഥിരപ്പെട്ടതാണ്. അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിലും അത് സ്ഥിരപ്പെട്ടതാണ്. അല്ലാഹു തആലയുടെ അത് ഇസ്തിആദയുമായി ബന്ധപ്പെട്ട് ഇസ്തിആദ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിഇസ്സതിക് ലാ ഇലാഹ ഇല്ലാ അൻത അൻ തുദില്ലനി. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാത്തവരോട് നമ്മൾ പറയപ്പെട്ട 3 ഷർത്തുകളല്ലാതെ ഹയ്യല്ല, ഹാദിറല്ല, ഖാദിറല്ല, അങ്ങനത്തെ ഒരു അവസ്ഥയിൽ അല്ലാഹു അല്ലാത്തവരോട് ഇസ്തിഗാസ തേടൽ, സഹായം തേടൽ എന്തല്ല? ജായിസല്ല, നേരെ മറിച്ച് അത് ശിർക്കാണ്. അതേപോലെ തന്നെ അല്ലാഹു തആല അല്ലാത്തവരോട് ദുആ ചെയ്യലും ശിർക്കാണ്. ഇലാഹുന സുബ്ഹാനക വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. ഇസ്തിഗാസയും അതുപോലെ ഇസ്തിആദയും തമ്മിലുള്ള വ്യത്യാസം, ഇസ്തിആദ എന്ന് പറഞ്ഞാൽ എപ്പോഴാണ് സംഭവിക്കുക? ഒരു ഷർർ അല്ലെങ്കിൽ ഒരു ഫിത്ന സംഭവിക്കുന്നതിന് മുമ്പേ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി അള്ളാഹുവിനോട് അഭയം തേടലാണ് എന്ത്? ഇസ്തിആദ, ത്വലബുൽ ഔദ്. ഇസ്തിഗാസ
ഒരു ഷർറ് സംഭവിച്ചതിന് ശേഷം ആ ഷർറിനെ ഉയർത്തുന്നതിന് വേണ്ടിയാണ് ഇസ്തിഗാസ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. الاستعاذة بغير الله.